ഓൾ അബൌട്ട് IVF ഓർ ICSI. നമുക്കിന്ന് IVF അല്ലെങ്കിൽ ICSIയെ കുറിച്ചിട്ട് സംസാരിക്കാം. ഒരു സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഭാഗം എന്ന് പറഞ്ഞാൽ യൂട്രസ് ഉണ്ട്, ട്യൂബ് ഉണ്ട്, ഓവറി ഉണ്ട് അല്ലേ? ഓക്കെ. സോ എങ്ങനെയാണ് പ്രഗ്നൻസി ആവുന്നത്? ഈ അണ്ടാശയത്തിൽ സ്ത്രീകൾ കുറേ അണ്ടങ്ങളുമായിട്ടാണ് ജനിക്കുക. അവർക്ക് പുതിയതായിട്ട് അണ്ടങ്ങൾ ഉണ്ടാവണില്ല. അപ്പോൾ 2 ഓവറിയിലും നമുക്ക് കുറേ അണ്ടങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് അണ്ടങ്ങൾ എല്ലാ മാസവും വളരെ റെഡിയായിട്ട് പുറത്തേക്ക് വരും. അതിൽ നിന്ന് ഒന്ന് വളരും, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകും. കാരണം ഒന്നിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഹോർമോണാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അണ്ടം വളർന്നിട്ട് ഈ ട്യൂബിനുള്ളിൽ വരും. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പേംസ് പുറത്ത് വീഴും. നല്ല കൗണ്ട്, മോട്ടിലിറ്റി, അതുപോലെ വൈകല്യം ഇല്ലാത്ത ബീജങ്ങൾ, അങ്ങനെയുള്ള ബീജങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ ചലിച്ചിട്ട് ഈ ട്യൂബിനുള്ളിലെത്തി അണ്ടമായിട്ട് യോജിച്ച് ഭ്രൂണായിട്ട് ഈ ഭ്രൂണം ഉരുണ്ട് യൂട്രസിലെത്ത് വളരും. അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാവുക. നമുക്ക് അണ്ടാശയത്തിൽ അണ്ടങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ പ്രായം കൂടുതലാണ്, അതേപോലെ ട്യൂബിന് ബ്ലോക്ക് ഉണ്ട്, കൗണ്ട് തീരെ കുറവാണ്, ചലനശേഷി തീരെ കുറവാണ്, വൈകല്യം കൂടിയ ബീജങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ വേറെ ചികിത്സകൾ പരാജയപ്പെട്ടു, കുറേ നാൾ മെഡിസിൻസ് കഴിച്ചു, IUI കുറേ ചെയ്ത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ 2 വർഷമായിട്ട് കല്യാണം കഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിട്ടും പ്രഗ്നൻസി ആവണില്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് IVF അല്ലെങ്കിൽ ICSI ചെയ്യാം. IVFൽ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു വെല്ലിൽ നമ്മൾ അണ്ടങ്ങൾ ഇടുകയും അതിലേക്ക് ബീജങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അണ്ടങ്ങളുമായിട്ട് ബീജങ്ങൾ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഭ്രൂണാവുന്നത് അത് തന്നെ ചെയ്യണം. ICSIയിൽ എന്താ വെച്ചാൽ, നമ്മൾ തന്നെ ICSI മെഷീനിൽ വെച്ചിട്ട് ഓരോ അണ്ടങ്ങളിലേക്കും ബീജങ്ങളെ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. അപ്പോൾ കൗണ്ട് വളരെ കുറവാണ്, മെയിൽ ഫാക്ടർ വളരെ മോശമാണെങ്കിൽ എപ്പോഴും ICSI ആണ് ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം മിക്കവാറും നല്ല സ്ഥാപനങ്ങളിലൊക്കെ കൂടുതലും ICSI ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ അണ്ടത്തിനെ വളർത്തിയെടുക്കുക? പീരീഡ്സിൻ്റെ 2ാമത്തെ ദിവസം തുടങ്ങിയിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കും. സാധാരണ ഇത് കാലിൽ വെക്കാൻ പറ്റുന്ന സബ്ക്യൂട്ടീനിയസ് ആയിട്ടുള്ള ഇൻസുലിൻ പോലത്തെ ഇഞ്ചെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഏകദേശം 10 days ഉണ്ടാവുക. നമ്മളുടെ അണ്ടത്തിൻ്റെ നമ്പറും പ്രായത്തിനും വെയ്റ്റിനും അണ്ടങ്ങളുടെ ക്വാളിറ്റിക്കും ഹോർമോൺസിനും ഒക്കെ അനുസരിച്ചിട്ട് +or-2 days സാധാരണ എടുക്കാം. അപ്പോൾ ഈ അണ്ടങ്ങളൊക്കെ വലുതാവുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കാനിൽ നോക്കും. ഈ അണ്ടങ്ങൾ ആവശ്യത്തിനുള്ള സൈസ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അണ്ടങ്ങളെ കാണാൻ പറ്റില്ല കേട്ടോ, ഐറ്റങ്ങൾ മൈക്രോസ്കോപ്പിക്കാണ്, പക്ഷേ ഫോളിക്കിളാണ് നമുക്ക് സ്കാൻ വഴി കാണാൻ പറ്റുക. അപ്പോൾ ഫോളിക്കിൾസ് നല്ല സൈസ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ യൂട്രസിൻ്റെ ഇവിടെ യൂഷ്വലി നിങ്ങളൊക്കെ ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ട്രാൻസ്വജനൽ അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ ട്രാൻസ്വജനൽ അൾട്രാസൗണ്ട് വഴി ഒരു ചെറിയ സിറിഞ്ച് പോലത്തെ ഒരു ആസ്പിറേഷൻ നീഡിൽ കടത്തിയിട്ട് ഈ ഫോളിക്കിളിലുള്ള ഫ്ലൂയിഡിനെ മുഴുവൻ നമ്മൾ ഒരു ട്യൂബിലേക്ക് ആസ്പിറേഷൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ട്യൂബ് നമ്മൾ ലാബിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ട്യൂബിലുള്ള ഫ്ലൂയിഡിൽ നിന്ന് അവർ അണ്ടങ്ങളെ ഐസൊലേറ്റ് ചെയ്യും. അണ്ടങ്ങളെ ഐസൊലേറ്റ് ചെയ്തിട്ട് എല്ലാ അണ്ടങ്ങളെയും നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക വലിപ്പം വരെ എത്തിയ ക്വാളിറ്റിയുള്ള എഗ്സിനെ മാത്രമാണ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ 20 അണ്ടങ്ങൾ കിട്ടിയെന്നിരിക്കാം, പക്ഷേ അതിൽ 10 അണ്ടങ്ങളെ ചിലപ്പം ഇഞ്ചെക്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം 4 കോശങ്ങൾ, 3ാമത്തെ ദിവസം 8 കോശങ്ങൾ, അങ്ങനെ വളരണം. മാക്സിമം നമുക്ക് 5 ദിവസമാണ് ഈ ഭ്രൂണങ്ങളെ ലാബിൽ വളർത്താൻ കഴിയുള്ളൂ. 5 ദിവസം ആകുമ്പോൾ ഇത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നുള്ള ഒരു രൂപത്തിലെത്തും. അതായത് ഒരു സൈഡിൽ കുഞ്ഞാവാനുള്ള കോശങ്ങൾ, ഒരു സൈഡിൽ മറുപിള്ളയാവാനുള്ള കോശങ്ങൾ, നടുവിൽ കുറച്ച് ഫ്ലൂയിഡ്. അപ്പം ഇതുവരെയാണ് നമുക്ക് മാക്സിമം ലാബിൽ ഭ്രൂണങ്ങളെ വളർത്താൻ കഴിയുള്ളൂ. ഇനി 2 രീതിയിൽ ഭ്രൂണങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രഷ് ട്രാൻസ്ഫർ, 2ാമതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ ട്രാൻസ്ഫർ. ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ ഭ്രൂണങ്ങളെ എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ 5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിക്ഷേപിക്കുന്നതാണ് ഫ്രഷ് ട്രാൻസ്ഫർ. പക്ഷേ കൂടുതൽ അണ്ടങ്ങളുള്ള സ്ത്രീകൾ, അതുപോലെ ഹോർമോൺസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഭ്രൂണങ്ങൾ പറ്റുപിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പം നമ്മളത് ഫ്രോസൺ ട്രാൻസ്ഫർ ആയിട്ട് മാറ്റും. അതായത് പീരീഡ്സ് ഒക്കെ ആയതിനു ശേഷം വേറൊരു സൈക്കിളിൽ നമ്മൾ യൂട്രസിൻ്റെ ലൈനിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുത്തിട്ട് നല്ല ലൈനിങ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി എത്ര ഭ്രൂണങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് മാക്സിമം 3 ഭ്രൂണങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമ്പർ ട്രാൻസ്ഫർ ചെയ്യൂല. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ IVF ചെയ്താൽ ട്വിൻസ് ആവുമോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ IVFൻ്റെ സക്സസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് എംബ്രിയോസ് വെക്കുന്നത് കൊണ്ടാണ് ട്വിൻസ് ആവാനുള്ള സാധ്യത കൂടുന്നത്. പക്ഷേ എന്നാലും നമ്മൾ 5 ദിവസമൊക്കെ വളർത്തിയ ഭ്രൂണാണെങ്കിൽ നമ്മൾ സാധാരണ മാക്സിമം 2 വെക്കാറുള്ളൂ.
ഇനി എത്ര സക്സസ് റേറ്റ് ഉണ്ട് IVF-ന്? നമ്മൾ മാക്സിമം 60% അല്ലെങ്കിൽ ചിലപ്പോൾ 70%, അതാണ് മാക്സിമം സക്സസ് റേറ്റ് എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് ആയിട്ടുള്ള IVF-ൻ്റെ സക്സസ് റേറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ.